ഹലോ, ഞാൻ കരുണ ഇസ്ലാൽ. ഞാൻ കൊല്ലത്ത് കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നു. ഞാൻ IIIലെ PRB ബാച്ചിലാണ് ഞാൻ പഠിച്ചത്. അതായത് ഞാൻ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചതിന് ശേഷം സിലബസ് ചേഞ്ച് ചെയ്തപ്പോഴാണ് ഞാൻ ക്രാഷിനെ പറ്റി ആലോചിക്കുന്നത്. അപ്പോഴത്തേക്ക് എനിക്ക് എന്നുവെച്ചാൽ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സിന് ആദ്യമേ മനസ്സിലാവുന്ന IIIൽ പോയി ക്രാഷ് എടുക്കാമെന്നുള്ള കാര്യമായിരുന്നു. അതിപ്പോൾ ഈ മൊമെൻറ്റിൽ നിന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് അത് ഭയങ്കര നല്ലൊരു തീരുമാനമായിരുന്നു. ഇപ്പോൾ എനിക്കായാലും ബാക്കി എൻ്റെ കൂടെ ഞങ്ങളന്ന് പഠിച്ച ഫ്രണ്ട്സിനായാലും അതങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. കാര്യം ഞങ്ങൾക്ക് മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എക്സാം എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നുള്ളൊരു ഭയങ്കര ഒരു ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നു. എങ്ങനെയാണ് എക്സാംസിന് ക്വസ്റ്റ്യൻസ്, അതായത് നമുക്ക് കൺസെപ്റ്റ് അറിയായിരിക്കും, പക്ഷേ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് എഴുതേണ്ടത് അത്. പക്ഷേ ഇപ്പം ലോയുടെ കാര്യത്തിലാണെങ്കിൽ ധന്യ മാം ആണെങ്കിലും എപ്പോഴും ആ ഒരു പോർഷൻ പഠിപ്പിക്കുകയാണെങ്കിൽ അതിനകത്ത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, അത് നിങ്ങളെങ്ങനെ അപ്രോച്ച് ചെയ്യണം, മെയിൻ ടോപ്പിക് എങ്ങനെയാണ്, അപ്പോൾ നമുക്ക് എക്സാം ലെവലിൽ അതിനെ ഭയങ്കരമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അൻവർസാറിൻ്റെ IDT, അതായത് എനിക്ക് ടൈമിൻ്റെ ഇത് വന്നപ്പോഴത്തേക്ക് എനിക്ക് പ്രോബ്ലംസ് IDTക്ക് ഒരുപാട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും സാറിൻ്റെ ആ ഒരു വേ ഓഫ് ടീച്ചിങ് വെച്ച് ആ സാറിൻ്റെ എക്സാമ്പിൾസിന് അപ്പുറത്തായിട്ടൊന്നും ചോദിച്ചായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. IDT നല്ലോണം എഴുതാൻ പറ്റി. ജസ്റ്റിൻ സാറിൻ്റെ ക്ലാസ് ആയാലും പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുന്നത് എനിക്ക് മെയിൻലി ഭയങ്കരമായിട്ട് തോന്നിയിട്ടുള്ളത് കൺസെപ്റ്റിലുപരി കൺസെപ്റ്റിനോടൊപ്പം തന്നെ നമുക്കത് എക്സാമിന് എത്ര എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എനിക്ക് IIII വന്നതിന് ശേഷമാണ് ഭയങ്കരമായിട്ട് മനസ്സിലായത്. അല്ലെങ്കിൽ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. എനിക്ക് എല്ലാ ഫാക്കൽറ്റീസിനോടും ഭയങ്കര ഒരു നന്ദിയുണ്ട്. പിന്നെ ഇപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം എൻ്റെ അമ്മ ഇങ്ങനെ സന്തോഷത്തോടെ ഇപ്പം എൻ്റെ കൂടെ നിൽക്കുന്നത് കാണുമ്പോൾ, അമ്മയുടെ ഹാപ്പിനെസ് കാണുമ്പോഴത്തേക്ക് എൻ്റെ സന്തോഷത്തിലുപരി എനിക്ക് അവർ പ്രൗഡായിട്ട് ഇപ്പം എൻ്റെ കൂടെ നിൽക്കുമ്പം എനിക്ക് വളരെ ഹാപ്പിയാണ്.